പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SBI ATMന്റെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ അതിന്റെ സൈഡിലായി വരുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം, ഫാസ്റ്റ് ക്യാഷ് ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്യാഷ് എടുക്കാം, OTP മുഖേന എങ്ങനെ നമുക്ക് ക്യാഷ് എടുക്കാം എന്നെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ യുവതി യുവാക്കൾ, പ്രായമായവർ, വീട്ടമ്മമാർ തുടങ്ങി ആർക്കും തന്നെ SBIയുടെ ATMൽ ATM കാർഡുമായി തനിയെ ചെന്ന് ആരുടെയും സഹായം കൂടാതെ തന്നെ ക്യാഷ് എടുക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള ചിലർക്കൊക്കെ ATMൽ ചെന്ന് ക്യാഷ് എടുക്കാൻ അറിയാമായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ, അതുപോലെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുവഴി അവർക്കും എളുപ്പത്തിൽ ഈ വീഡിയോയിലുള്ളതുപോലെ ക്യാഷ് എടുക്കാൻ കഴിയുന്നതാണ്. SBI ATMകൾ ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് ATMന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് എടുക്കാം എന്ന ഒരു വ്യക്തമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വരെ 22 ലക്ഷത്തോളം വ്യൂസ് ലഭിച്ച നല്ലൊരു വീഡിയോയാണത്. അതിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കൂടാതെ SBI ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനെയിലും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകളും ഓപ്പൺ ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായ വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് SBIയുടെ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATMൽ നിന്ന് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം ATM കാർഡ് ഈ പൊസിഷനിൽ പിടിച്ചുകൊണ്ട്, അതായത് അതിന്റെ ചിപ്പ് അഥവാ അതിന്റെ ഒരു പിത്തള പോലത്തെ ഒരു ഈ ഭാഗം കാണുന്നുണ്ടല്ലോ, അത് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. ഇനി അത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് ATMൽ ലോക്ക് ആവുന്നതാണ്. കാർഡ് ഇൻസർട്ട് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ എന്നാണ്. കാരണം കാർഡ് ഇപ്പോൾ മെഷീനിൽ ലോക്ക് ആയിരിക്കുന്നതിനാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് അത് വലിച്ചു കഴിഞ്ഞാൽ കാർഡ് അതിൽ ജാം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചിപ്പ് പോലുള്ള ഭാഗത്തിനൊക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ക്രീനിൽ അവസാനം പ്ലീസ് ടേക്ക് യുവർ കാർഡ് എന്ന് കാണിക്കും. അപ്പോൾ മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. ഇപ്പൊ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഇംഗ്ലീഷ്, താഴെ ഹിന്ദി, അതിന് താഴെ മലയാളം തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആ ഇംഗ്ലീഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ 5 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എങ്ങനെ എടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ആ ഫാസ്റ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ നേരെ താഴെ വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ 100, 500, 200 തുടങ്ങിയ നോട്ടുകൾ ഈ ATMൽ ലഭ്യമാണ് എന്നാണ് കാണിക്കുന്നത്. ഒപ്പം നമ്മൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100 രൂപ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ലഭിക്കും. 500 അല്ലെങ്കിൽ 1000, 10,000 അങ്ങനെ എത്ര ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷെ 10,000 രൂപ മുതൽ അവിടുന്ന് അങ്ങോട്ട് എത്ര രൂപ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും OTP മുഖേനയെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പൊ നമുക്ക് 10,000-ന് താഴെ ഒരു ചെറിയ സംഖ്യ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എടുത്തു കാണിക്കാം. ഞാനൊരു 500 ആദ്യം എടുത്തു കാണിക്കാം. അതിനായി സ്ക്രീനിന്റെ നേരെ താഴെ ATMന്റെ കീപാഡ് ഉണ്ട്. അതിൽ 500 എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് യെസ്, നോ തുടങ്ങിയ ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ യെസ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ വേണ്ട, ക്യാഷ് എടുക്കണ്ട എന്നാണെങ്കിൽ ആ നോ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന, അതായത് ആ 4 ബട്ടണുകളിൽ ഏറ്റവും താഴെയായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ യെസിനും നോയ്ക്കും നേരെ സൈഡിലായി കാണുന്ന ഈ 2 ബട്ടണുകളെ ഈ സ്ക്രീൻ വരുമ്പോൾ വർക്ക് ചെയ്യുകയുള്ളൂ. അതിന് മുകളിലായി കാണുന്ന ഈ ബട്ടണുകൾ വർക്ക് ചെയ്യുന്നതല്ല. അപ്പൊ യെസിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു.
ഇപ്പൊ അടുത്തതായി എൻ്റെ ATM കാർഡിന്റെ പിൻ അഥവാ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ എൻ്റെ പിന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ATM കാർഡിന്റെ 4 അക്ക പിന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ATM കാർഡിന് നിങ്ങൾ പിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്ന വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് അവസാനം വരുന്ന ആ പ്ലേലിസ്റ്റിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ട് എങ്ങനെ ATM കാർഡിന് പിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ സ്ക്രീനിൽ ഇപ്പോൾ പ്ലീസ് കളക്ട് ക്യാഷ് ആൻഡ് ടേക്ക് യുവർ കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ATM കാർഡ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഇവിടെ താഴെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്യാഷ് ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാഷ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മളിപ്പോൾ എടുത്ത ക്യാഷ് കുറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് എന്ന് അറിയണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയണമെങ്കിൽ ആ യെസ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി വേണ്ടെങ്കിൽ ആ നോ എന്നതിൽ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ യെസ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ അവൈലബിൾ ബാലൻസ് 1467 രൂപയാണെന്ന് കാണിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ SBIയിലെ സേവനങ്ങൾ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനായി സ്ക്രീനിൽ തന്നെ പുവർ, ആവറേജ്, ഗുഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് തുടങ്ങിയ ഓപ്ഷനുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നെക്സ്റ്റ് ടൈം എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്താലും മതിയാവും. എന്തായാലും ഞാൻ ആ ഗുഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനായി നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഗുഡ് എന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷന് മുകളിൽ തന്നെ ഇതുപോലെ ടച്ച് ചെയ്താൽ മതിയാവും. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ ചെയ്ത ഈ ട്രാൻസാക്ഷൻ ഫേവറേറ്റ് ട്രാൻസാക്ഷനായി രജിസ്റ്റർ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ യെസ്സിൽ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആ നോയിൽ പ്രസ് ചെയ്യാം. അപ്പൊ നോ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി OTP മുഖേന എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. ആദ്യം അത് എന്താണെന്ന് പറയാം. നിങ്ങൾ SBIയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതാണ് SBIയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് SBIയിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജുകൾ വരികയാണെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ 10,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരുന്നതാണ്. അതിലൊരു വൺ ടൈം പാസ്വേഡ് അഥവാ OTP ഉണ്ടായിരിക്കും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാനാവുകയുള്ളൂ. നമ്മളൊരു വലിയ സംഖ്യ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്യുന്നു. ഇനി ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ആ വിഡ്രോവൽ എന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനായി വിഡ്രോവലിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു 10,500 രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 10,000 മുതൽ മുകളിലോട്ട് എത്ര രൂപയാണോ വേണ്ടത് അത് ഒരു 20,000 രൂപ വരെ ഒരു തവണ നിങ്ങൾക്ക് പിൻവലിക്കാനാവും. കാരണം ക്യാഷ് സ്ലോട്ടിലൂടെ 20,000 രൂപ വരെയാണ് ഇതിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ട് 20,000 വരെ ഒരു തവണ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. SBIയുടെ ഈ പഴയ ക്ലാസിക് കാർഡുകൾക്ക് 20,000 രൂപയാണ് ഡെയിലി വിഡ്രോവൽ ലിമിറ്റേഷൻ. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഗ്ലോബൽ വിസ കാർഡുകൾക്ക് 40,000 രൂപയും ഇതുപോലെ ഇന്ത്യൻ ഓയിലിന്റെ പേരുള്ള ഇപ്പോൾ ഇറങ്ങുന്ന ഗ്ലോബൽ വിസ കാർഡുകൾക്കും 40,000 രൂപ തന്നെയാണ് ഡെയിലി വിഡ്രോവൽ ലിമിറ്റേഷൻ. അങ്ങനെ SBI കാർഡുകൾ പലതരമാണ്. അവ ഓരോന്നിനും ഡെയിലി വിഡ്രോവൽ ലിമിറ്റേഷനും വ്യത്യസ്തമാണ്. അപ്പൊ 40,000 രൂപ ഡെയിലി വിഡ്രോവൽ ലിമിറ്റേഷൻ ഉള്ള ഒരാൾ 40,000 രൂപ തന്നെ ഒരു ദിവസം വിഡ്രോ ചെയ്യണമെങ്കിൽ കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് ആദ്യം 20,000 രൂപ വിഡ്രോ ചെയ്യുക. കാർഡ് എന്നിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് അടുത്ത ട്രാൻസാക്ഷനിലൂടെ വീണ്ടും 20,000 രൂപ വിഡ്രോ ചെയ്യുക. അങ്ങനെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 40,000 രൂപയും വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ SBI കാർഡ് ഏതാണെന്നും ഡെയിലി വിഡ്രോവൽ ലിമിറ്റേഷൻ അതിന് എത്രയാണെന്നും കമന്റിലൊന്ന് അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമന്റിലൊന്ന് അറിയിക്കുക. അപ്പൊ ഞാൻ ആ 10,500 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ആ താഴെ കാണുന്ന യെസ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു. ഞാൻ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എൻ്റെ SBIയിൽ കൊടുത്തിരിക്കുന്ന ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ആ OTP ഉള്ള SMS വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വരുന്നതാണ്. ആ മെസ്സേജ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ആ 4 അക്ക OTP എത്രയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ആ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം.
ഇനി അഥവാ നിങ്ങളുടെ ഫോണിലേക്ക് ആ SMS വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ആ കണ്ടിന്യൂ എന്നതിന് നേരെ താഴെയായിട്ട് റീസെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് ആ SMS വരുന്നതാണ്, അതിൽ ആ OTP ഉണ്ടാവും. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടിന്യൂ എന്ന ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫോണിൽ വന്നിരിക്കുന്ന ആ SMS-ലെ OTP എത്രയാണെന്ന് ഞാൻ നോക്കി മനസ്സിലാക്കി. ഇനി ആ കണ്ടിന്യൂ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ, അതിന് മുകളിലുള്ള ഈ ബട്ടൺ അല്ല, ഈ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ ആ 4 അക്കങ്ങളുള്ള OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന 2 ബട്ടണുകൾ യൂസ് ചെയ്യേണ്ട, ആ കണ്ടിന്യൂ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ ATM ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞതും ക്യാഷ് സ്വീകരിക്കാനും കാർഡ് പുറത്തേക്ക് എടുക്കാനും സ്ക്രീനിൽ കാണിക്കുന്നു. അപ്പൊ ഞാൻ ആ ക്യാഷ് ഇവിടെ സ്വീകരിക്കുന്നു, അതുപോലെ കാർഡും പുറത്തേക്ക് എടുക്കുന്നു. ഇനി ക്യാഷ് എത്രയാന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ പ്രസ് ചെയ്ത് തന്നെ ക്യാഷ് എങ്ങനെ എടുക്കാമെന്ന് കാണിക്കാം. അതിനായി ഞാൻ കാർഡ് വീണ്ടും മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് ഭാഷയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നേരത്തെ പോലെ തന്നെ ഈ സ്ക്രീനിൽ എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ വിഡ്രോവൽ എന്ന ഓപ്ഷനിലാണല്ലോ പ്രസ് ചെയ്തത്, പക്ഷെ ഇത്തവണ അതിന് മുകളിൽ കാണുന്ന, അതായത് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന ഫാസ്റ്റ് ക്യാഷ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായി ഫാസ്റ്റ് ക്യാഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 100 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പല ക്യാഷുകളുടെ ഓപ്ഷനുകളാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്യാഷ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൽ തന്നെ നേരിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് 2000 രൂപയാണ് വേണ്ടത്. അതിനായി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ തന്നെ ആ 2000 എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അടുത്തതായിട്ട് 10 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും 2 നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു 58 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ആ ചേഞ്ച് ലാംഗ്വേജ് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ മലയാളത്തിലേക്കൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നേരെ താഴെയായി കാണുന്ന യെസ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ എൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു, ഞാൻ അതും ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ മെഷീൻ ആ 2000 രൂപ കൗണ്ട് ചെയ്ത ശേഷം ക്യാഷ് സ്വീകരിക്കാനും കാർഡ് പുറത്തേക്ക് എടുക്കാനും സ്ക്രീനിൽ കാണിക്കുന്നു. അപ്പൊ ഞാൻ ആ ക്യാഷ് ഇതുപോലെ സ്വീകരിക്കുന്നു, പിന്നെ കാർഡും പുറത്തേക്ക് എടുക്കുന്നു. നമ്മൾ നേരത്തെ ക്യാഷ് എടുത്തപ്പോൾ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണെന്ന് അറിയണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ അത് നോക്കുന്നില്ല. അതുകൊണ്ട് ആ നോ എന്ന ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ SBIനെ കുറിച്ചുള്ള അഭിപ്രായം സൂചിപ്പിക്കാൻ പറയുന്നു. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ താഴെ കാണുന്ന നെക്സ്റ്റ് ടൈം എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ഇംഗ്ലീഷ് ഓപ്ഷനുകളിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്നാണ് നോക്കിയത്. ഇനി മലയാള ഓപ്ഷനുകളിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന തമ്പനയിലുകളിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. SBI ATM-ൽ ക്യാഷ് വരുന്നത് മെഷീനിന്റെ താഴെ ഭാഗത്ത് സൈഡിലായിട്ടാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. എന്നാൽ SBIയുടെ തന്നെ CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ ഇതേപോലെ തന്നെയാണ് ഓപ്ഷനുകൾ വരിക. നമ്മളിപ്പോൾ എങ്ങനെയാണോ ക്യാഷ് എടുത്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ക്യാഷ് വരുന്നത് മാത്രം ആ മെഷീനിന്റെ സ്ക്രീനിന്റെ നേരെ താഴെയായി കാണുന്ന ഈ ഭാഗം ഇതുപോലെ ഓപ്പൺ ആകും. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് ഇതുപോലെ കാണാം. അത് നമ്മൾ കൈയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഓക്കെ, മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.